നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആരുടേതാണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളൊരു ചെറിയ ടീമാണ്. പക്ഷെ ആരാണ് ഈ ചാനലിനെ കൊണ്ടുപോകുന്നത്? തീർച്ചയായും കേരളത്തിലെയും ലോകത്തിലെയും ജനങ്ങൾ തന്നെയാണ് ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് മുഖം നോക്കാതെ ആരോടും പറയുവാനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സ്വയം തിരുത്തുവാനും എല്ലാവരുടെ കാര്യങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുവാനുമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ എല്ലാവരും കാണുക, ആവശ്യമായ സബ്സ്ക്രിപ്ഷൻ നൽകണം, ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നിങ്ങൾ തരിക. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നൊരു വിഷയം, ഞങ്ങൾ ഞങ്ങളുടെ 2 ചാനലുകളിലും വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആശാ വർക്കേഴ്സ് മുതൽ അങ്കണവാടി വരെയുള്ളവരുടെ വിവിധ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തു. എന്നാൽ പല വിഷയങ്ങളിലും ഏറ്റെടുത്ത വിഷയങ്ങളിൽ ഞങ്ങളോട് ഫോളോ അപ്പ് ചെയ്യണം, മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചത് അങ്കണവാടിക്കാർ മാത്രമാണ്. ബാക്കിയുള്ളവരുടെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നു, സർക്കാരിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട IAS-കാരും മന്ത്രിമാരുടെയൊക്കെ ഞങ്ങൾ അയച്ചു കൊടുക്കും, അവരുടെ സ്റ്റാഫിനൊക്കെ അയച്ചു കൊടുക്കും. പലതിലും തീരുമാനമുണ്ടാകുന്നു. ചില കാര്യങ്ങൾ വളരെ നയപരമായതും സാമ്പത്തിക ബാധ്യത ഉള്ളതും കുറച്ച് നീണ്ടുപോകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നീങ്ങുന്നത്. എന്തായാലും അംഗനവാടികളുടെ കാര്യത്തിൽ ഞങ്ങളോട് ചില ആളുകൾ, കുറേ അധികം സ്ത്രീകൾ ഞങ്ങളോട്, പെൻഷൻ പറ്റിയവരും അല്ലാത്തവരും, എന്നോട് പേഴ്സണലായിട്ടൊക്കെ അഭ്യർത്ഥനയുടെ ഭാഗമായി ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോയിൽ വെച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ഉള്ളതാണ്. അതിലേക്ക് നിങ്ങളുടെ താല്പര്യമുള്ള അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പെൻഷൻ പറ്റിയവർക്ക് വരാം. അവർക്ക് മാത്രമേ വരാൻ പറ്റൂ, അവരുടെ മാത്രം വാട്സപ്പ് ഗ്രൂപ്പാണ്. രണ്ടാമതായി വേറെ പ്രധാന കാര്യം, ഇന്ന് 2 മണിക്കൊരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്തിടാം. അതിലും പരമാവധി ആളുകൾക്ക് പങ്കെടുക്കാം. സുഭാഷിതം ചാനലാൽ കഴിയുന്ന കാര്യങ്ങൾ സമഗ്രമായി അങ്കണവാടിയെ പുനരുദ്ധരിച്ച് പുതിയ സ്വപ്നസുന്ദരമായ അങ്കണവാടി ഉണ്ടാക്കുന്നൊന്നും പറയാൻ സുഭാഷിതം ചാനലിന് കഴിയുന്നതല്ല. അതെല്ലാം സർക്കാരിൻ്റെയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ നയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതേസമയം ഇന്ന് അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും പെൻഷൻകാരും അനുഭവിക്കുന്ന കുറേ യാതനകളുണ്ട്, അവരുടെ ചില പ്രശ്നങ്ങളുണ്ട്, അവരുടെ ശമ്പള വർധനവിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാവരും അറിയാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പെൻഷൻ്റെ ക്ഷേമം ബോർഡിൽ പെൻഷൻ്റെ കട്ടായിപ്പോയവരുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്, ഗ്രാറ്റുവിറ്റിയുടെ ഫയൽ ഒരു എങ്ങുമെത്താതെ നിൽക്കുന്നു. അതുപോലെ ഗുജറാത്തിൽ ശമ്പള വർധനവൊക്കെ കൊടുത്തു, പല സ്റ്റേറ്റിലും കേരളത്തേക്കാൾ ശമ്പളമുണ്ട്. അപ്പോൾ അത്തരം ശമ്പള വർധനവ് എങ്ങനെ കേരളത്തിൽ നേടിയെടുക്കാം? ഇങ്ങനെ കുറേ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെയാണ് സഹായിക്കുക. പിന്നെ മേലുദ്യോഗസ്ഥരുടെ പീഡനവും അതുമായി ചില അനുഭവങ്ങളുമൊക്കെ അറിയിക്കുന്നുണ്ട് ഞങ്ങളെ. അതുമൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽ ഔദ്യോഗികമായി ഇതിൻ്റെ കാര്യങ്ങളിലേക്ക്, വീഡിയോയ്ക്കപ്പുറം ചാനലിൻ്റെ വരുന്ന വാർത്തകൾക്കപ്പുറം ഞങ്ങൾ കൈവയ്ക്കുകയാണ്. ഇന്ന് 2 മണിക്കാണ് ആദ്യത്തെ യോഗം വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരു അങ്കണവാടി വർക്കറെയോ ഹെൽപ്പറെയോ പെൻഷൻ പറ്റിയ ആളിനെയും പരിചയമില്ല. ഇന്ന് നേരിട്ട് വീഡിയോയിലൂടെ ഓൺലൈനിലൂടെ പരിചയപ്പെടും, ഗൂഗിൾ മീറ്റിലൂടെ. അത് കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിൻ്റെ സഹായത്തിനായി നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, അത് സമരത്തിലൂടെയും പോരാട്ടത്തിലൂടെയും തന്നെ നേടിയെടുക്കാൻ CITUവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടനയുണ്ട്, INTUസിൻ്റെ നേതൃത്വത്തിൽ വേറെ സംഘടനയുണ്ട്. അവരിപ്പോൾ കേസെല്ലാം കൊടുത്തിട്ടുണ്ട്, അതിനുമൊക്കെ വിധികൾ വരേണ്ടതുണ്ട്. CITUവും പലതരത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെൻഷനേഴ്സിന് ഏതോ ഒരു സംഘടനയുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ഈ സംഘടനകളിലെല്ലാം നിൽക്കുന്നവർ അതിലൊക്കെ തന്നെ തുടരുകയും സംഘടന വഴി കിട്ടാൻ കഴിയുന്ന നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യണം. അതിനപ്പുറമുള്ള എല്ലാവരെയും, എല്ലാ സംഘടനയിലുള്ള എല്ലാവരെയും ചേരുന്ന എല്ലാവരുടെയുമായൊരു കൂട്ടായ്മ, അതൊരു സംഘടനാ രൂപമൊന്നും ആയിട്ടില്ല, ഒരു ചെറിയ കൂട്ടായ്മയാണ് സുഭാഷിതം ചാനൽ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ ചാനലിൻ്റെ കാര്യങ്ങൾ എല്ലാവരും എത്തിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ വഴി എല്ലാവർക്കും എത്തട്ടെ. നിരവധി കാര്യങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് എങ്ങനെ ഒന്നിച്ച് നേടാം എന്നുള്ളതാണ്. ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് ഇതുപോലെ ഒരു വിഷയം വന്നിട്ടുണ്ട്. ഞാൻ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് പോയിട്ട് അവിടുത്തെ പ്രശ്നങ്ങളിലും ഇടപെടും. അപ്പോൾ ഇത്തരത്തിൽ സുഭാഷിതം ചാനൽ കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയാണ്. നമുക്ക് അങ്കണവാടിയിൽ നിന്ന് തുടങ്ങാം. ബാക്കി വിവിധ വിഷയങ്ങൾ, മറ്റുള്ളവരുടെ വിഷയങ്ങൾ എങ്ങനെ ഏറ്റെടുക്കണമെന്ന് നമ്മുടെ സമയവും സാഹചര്യവും സാമ്പത്തികവും ഊർജ്ജവും ബുദ്ധിയുമൊക്കെ അനുവദിക്കുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും അങ്കണവാടിക്കാരുടെ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പോകാം.